അവിടെ പത്രക്കാരെ കാണുന്നുണ്ട് രാവിലെ. പാലക്കാട് ഒരു പ്രതീക്ഷ എന്താണ്? ഒരു പ്രതീക്ഷ എന്താണ്? അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് BJP എന്തെങ്കിലും എഫക്ട്? ആരെന്ത് ശ്രമിച്ചാലും CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ശരി, എല്ലാവരും പോയി രാവിലെ തന്നെ പത്രാഫീസ് പോയി ബാക്കി കാര്യം നോക്ക്. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ അവിടെ പറയുന്നുണ്ട് പത്രക്കാരോട്, എല്ലാവരും രാവിലെ കാണണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് EP ജയരാജനെ മാധ്യമപ്രവർത്തകർ കണ്ടത്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ള സ്നേഹാന്വേഷണമൊക്കെ നടത്തി. മാത്രമല്ല ബാക്കി ജോലികൾ പത്രാഫീസിൽ പോയി ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. സജോ ദേവസ്യ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. സജോ, EP ഇന്ന് നല്ല മൂഡിലാണല്ലോ. പാലക്കാട്ടേക്കുള്ള യാത്രയിലാണോ അദ്ദേഹം? നേരെ പാലക്കാട്ടേക്ക് തന്നെ ഇറങ്ങുമെന്നാണോ അദ്ദേഹം സൂചിപ്പിച്ചത്? പറയൂ. ഗുഡ് മോർണിംഗ്. SKN പാലക്കാട്ടേക്ക് തന്നെയാണ് പോകുന്നത്. EP ജയരാജൻ അക്കാര്യം പ്രതികരിക്കുകയും ചെയ്തു. പാലക്കാട് എത്തിയതിനു ശേഷം വിശദമായ പ്രതികരണം നടത്തുമെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ആത്മകഥ, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിവാദമായ ഈ ആത്മകഥാ ഭാഗങ്ങൾ, അതിലെ പരാമർശം വലിയ തോതിൽ ചർച്ചയായിരുന്നു. അത് പാലക്കാട് പ്രത്യേകിച്ച്, അതായത് അവസരവാദികളായ, മറുകണ്ഠം ചാടിയെത്തുന്ന അവസരവാദികളായ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എടുത്തു വച്ചാൽ വയ്യാവേലിയാകും എന്നത് സരിനെ പരാമർശിച്ചായിരുന്നു ഇതിൽ ഉൾപ്പെട്ടത്. ഈ ആത്മകഥാഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വിവാദമായിട്ടുള്ള, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആത്മകഥാഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വലിയ തോതിൽ പാലക്കാട് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി, അല്ലെങ്കിൽ CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾ അദ്ദേഹം നേരിട്ട് തന്നെ പങ്കെടുത്ത് ആ പരിക്ക് പരിഹരിക്കുക എന്ന രക്ഷാദൗത്യം CPIM ആരംഭിച്ചത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു. പാലക്കാട് വെച്ച് ഒരു വാർത്താ സമ്മേളനം തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വിശദമായി കാണും, അതിനുശേഷം പ്രതികരണങ്ങൾ പറയും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും അദ്ദേഹം വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം തൃശ്ശൂർ ഇറങ്ങിയതിന് ശേഷമായിരിക്കും അദ്ദേഹം പാലക്കാടേക്ക് യാത്ര ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെ പ്രചാരണ പരിപാടിയിലും പങ്കെടുക്കുന്നു എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിൽ അദ്ദേഹം കയറിയിട്ടുണ്ട്, പാലക്കാടേക്ക് തന്നെ പോകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് CPIM-നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഒറ്റവരി പ്രതികരണം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. പാലക്കാടേക്ക് പോകുന്നു, അവിടെ വെച്ച് കാണുന്നുണ്ട്, അപ്പോൾ വിശദമായി പ്രതികരിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇത് വലിയ തോതിൽ, അതായത് അദ്ദേഹം നിഷേധിച്ചു എങ്കിൽ കൂടിയും അതിൻ്റെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ PDF രൂപം തന്നെ പുറത്തു വരികയും അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഒരു വശത്തുണ്ട്. അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതിൽ ഈ പരാമർശങ്ങളെല്ലാം എങ്ങനെ വന്നു? അത് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ, വയനാട്ടിലെയും ചേലക്കരയിലെയും തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് EP-യുടെ ഈ ബോംബ്, അല്ലെങ്കിൽ ഈ രചന ബോംബ് എന്നത് വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു വരികയും മറ്റുമൊക്കെ ചെയ്തത്. അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയായി ഏതായാലും ഈ ഘട്ടത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട്. അത് വന്ദേ ഭാരത് ഇവിടെ നിന്ന് പുറപ്പെടുന്നു. ഏതായാലും അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകും എന്നാണ് വ്യക്തമാക്കുന്നത്. താങ്ക് യു സജോ ദേവസ്യ. എന്തായാലും EP പാലക്കാടേക്ക് തിരിച്ചു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും, എല്ലാം വിശദമായി സംസാരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ P. സരീൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും.